എങ്ങനെയുണ്ടായിരുന്നു ശ്രീസാറിന്റെ ക്ലാസ്? സത്യം പറഞ്ഞ ശ്രീസാറിന്റെ ക്ലാസ്സിന് ശേഷം ഇനി ഞാൻ സംസാരിക്കുമെന്നുള്ള അറിയപ്പെട്ട അല്ലേ? അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ആർസിഎമ്മിലേക്ക് വന്നിട്ട് 4 വർഷവും 4 മാസമായി. ഈ 4 വർഷവും 4 മാസവും കൊണ്ട് എന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ശ്രീസാറിന്റെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഒരു കോൺഫിഡൻസ് വന്നു നിങ്ങൾക്ക് ഒരു അച്ചീവറായി മാറാൻ പറ്റുമെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞില്ല, ഞാൻ 4 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പൊ എന്നെ ഞാൻ പരിചയപ്പെടുത്താം. പേര് രാജേന്ദ്രൻ, പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് സ്വദേശം. ബേസിക്കലി ഞാനൊരു സ്കാനിങ് ടെക്നീഷ്യൻ ആയിരുന്നു. കഴിഞ്ഞ 4 വർഷവും 4 മാസമായിട്ട് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനമായിട്ട് ജീവിക്കുന്നു. അപ്പം ആർസിഎമ്മിലേക്ക് വരാനുള്ള കാരണം ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടി ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ആർസിഎമ്മിലേക്ക് വരുന്നത്. എനിക്കുണ്ടായിരുന്ന ജോലി ഞാൻ പറഞ്ഞു, ഞാൻ സ്കാനിങ് ടെക്നീഷ്യൻ ആയിരുന്നു. 2019 അവസാനം ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടിയാണ് ഞാൻ ജോലി കൊണ്ടിരുന്ന സ്കാനിങ് സെന്ററൊക്കെ അടച്ചുപൂട്ടി. അതിന് മുമ്പായിട്ട് തന്നെ എനിക്കൊരു ആൻജിയോപ്ലാസ്റ്റിന് വേണ്ടി വന്ന് ഞാനിങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിരിക്കുമായിരുന്നു. ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ജോലിക്കൊക്കെ പോകണം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ആ കോവിഡ് വരുന്നതും അവിടെ എല്ലാം അടച്ചുപൂട്ടുന്നത്. അപ്പൊ എന്റെ കുടുംബത്തിലെ ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് എന്റെ ജോലി മാത്രമാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്. വൈഫിന് ജോലിയില്ല. അപ്പൊ ആകെ ജോലി ഉണ്ടായിരുന്ന എന്റെ ജോലി നഷ്ടപ്പെട്ടാനുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു പൈസയുടെ വരുമാനം ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഒരു കുടിയില്ല, ഇനി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് വാട്സപ്പിലൂടെ ഒരു സന്ദേശം, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടും, അതുകൂടാതെ ചെറിയൊരു വരുമാനവും കിട്ടും. എന്നെ ഈ വോയിസ് ഞാൻ കേൾക്കുന്നത് രാജേഷ് മാതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിന്റെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു ഇതിനു മുമ്പ് വരെ. എന്തായാലും ദൈവത്തിന്റെ ഒരു വിളി പോലെ എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിനെ ഞാൻ ദൈവത്തിന്റെ ശബ്ദമായിട്ടാണ് ഇപ്പോഴും അന്നും ഇന്നും കരുതുന്നത്. അദ്ദേഹത്തിന്റെ കരങ്ങളെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം അവിടെ അങ്ങനെ ഒരു വോയിസ് സന്ദേശം ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്തായി തീരുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല എന്തായി തീരുമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആർസിഎം എന്താണെന്ന് ആർസിഎം അറിഞ്ഞുകൊണ്ടല്ല പോകുന്നത്. അദ്ദേഹം പറഞ്ഞ തൊട്ടടുത്തുള്ള ആർസിഎമ്മിന്റെ ഷോപ്പിൽ പോയി ഒരു 2000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് ശേഷവും ഞാൻ ഏകദേശം ഒരു ഒരാഴ്ച 2 ആഴ്ച സമയം എടുത്തു. കാരണം എന്റെ അത്രയും പൈസ എടുക്കാനില്ല. ഞാൻ പിന്നെ അവിടുന്ന് എവിടുന്നൊക്കെയോ അറേഞ്ച് ചെയ്തുകൊണ്ട് എത്രയോ സാധനങ്ങളൊക്കെ പോയി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നല്ല അതാണെന്ന് അഭിപ്രായം കേട്ടു. അങ്ങനെ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. ഈ ആർസിഎം എന്താണെന്ന് പഠിക്കണം. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്, അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ ആർസിഎം പരിചയപ്പെടുത്തിയായിരുന്നു. പക്ഷെ അന്നത്തെ ആർസിഎം ഇന്നത്തെ ആർസിഎം തമ്മിൽ എനിക്ക് വലിയ ഇന്ന് എല്ലാം ഉണ്ട്, അന്നൊന്നും ഇല്ലാത്തൊരവസ്ഥ. ഒരു കൂടിയാൽ ഒരു 10 പ്രോഡക്റ്റുകൾ, ഒരു സോപ്പും ടൂത്ത് പേസ്റ്റും ഒരു തുണി ഒക്കെ ആയിട്ടിരുന്ന ഒരു ആർസിഎം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ പറയുന്നു ആർസിഎം മൊത്തം എന്താണെന്ന് അറിയണമല്ലോ എന്ന് വെച്ച് യൂട്യൂബിൽ കയറി ആർസിഎമ്മിനെ കുറിച്ച് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആർസിഎമ്മിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിലൂടെ ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് 2 സാലറിയെ കുറിച്ച് കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ. ഡൽഹി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു 30-35,000 രൂപ ശമ്പളം കിട്ടുമ്പോഴാണ് എനിക്ക് നാട്ടിൽ ജോലി കിട്ടുന്നത്. അപ്പൊ നാടിനോടുള്ള സ്നേഹം കൊണ്ട് സാലറി കുറവാണെങ്കിലും നാട്ടിൽ ചാടാവുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് അവിടെ കിട്ടിയിരുന്നതിന്റെ പകുതി സാലറി ഉണ്ട്. ഞാൻ എന്നാലും വേണ്ടിയില്ല, കുറെ നാൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാവുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നാട്ടിൽ നമുക്കൊരു വിലയില്ല, നമുക്ക് ശമ്പളമൊന്നും തരത്തില്ല. അവിടെ കിട്ടിക്കൊണ്ടിരുന്ന അതേ ജോലി ചെയ്യണം, അതേ സ്കാനിങ്ങിന്റെ റേറ്റ് ഒക്കെയാണ്, പക്ഷെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ശമ്പളമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ 2019 കൂടി കോവിഡ് വരുന്നു, എനിക്ക് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്നു, ആർസിഎമ്മിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ ആർസിഎമ്മിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇനിയൊരു നെറ്റ്വർക്ക് ചെയ്യുവാണെങ്കിൽ അത് എനിക്കൂടെ യോജിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു 10-10,000 രൂപയുടെ എന്തെങ്കിലും ഒരു വീട്ടിലെടുത്ത് സാധനം കൊടുത്തിട്ട് 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതായിരുന്നെങ്കിൽ, ഞാൻ ആർസിഎമ്മിനെ പരിചയപ്പെട്ടപ്പം ആർസിഎം ഗവൺമെന്റ് ചെയ്യുന്നത് പൊതുമാർക്കറ്റുമായിട്ടാണ്. പൊതുമാർക്കറ്റിലെ പ്രോഡക്റ്റുകളുമായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. അപ്പൊ
ഇപ്പൊ താരതമ്യപ്പെടുത്തിയപ്പോൾ നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് പൊതുമാർക്കറ്റുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. RCB വരുന്ന ഒരാൾക്കും ഒരു നഷ്ടമില്ലാന്ന് മനസ്സിലായി. അങ്ങനെ നഷ്ടമില്ലാന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ എന്റെ RCBയിലേക്ക് വന്നു. അതിൽ കൂടി എനിക്ക് യൂട്യൂബിൽ നിന്നാണ് ഈ ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് മനസ്സിലായത്. അങ്ങനെ ഞാനൊരു ഡിസ്പ്ലേ വാൾ എടുത്തു. ഡിസ്പ്ലേ വാൾ എടുത്തതിന് ശേഷം എന്റെ വീട്ടിൽ തന്നെ ഞാനൊരു ഇനാഗുറേഷൻ നടത്തി. ആ ഒരു ഡേറ്റ് ആണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഒക്ടോബർ 19 എന്ന് പറയുന്ന ഡേറ്റ്. അന്ന് ഇപ്പൊ ഞാൻ ഒരുപാട് ഡിസ്പ്ലേ വാൾ ഇനാഗുറേഷനോ അതിലും ഇതിലും ഒക്കെ പോകാറുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ, എന്റെ വീട്ടിലെ എന്റെ സ്വന്തം ഡിസ്പ്ലേ വാൾ ഇനാഗുറേഷന് ഞാനും എന്റെ അമ്മയും എന്റെ ഭാര്യയും എന്റെ കുട്ടികളും പിന്നെ എന്റെ 1-2 ബന്ധുക്കൾ മാത്രം. അപ്പൊ എല്ലാവരും എന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്, നീ ഇതൊന്ന് വട്ടാ കാണിക്കുന്നത്, വീട്ടിലെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഒരു 10-15 രൂപയുടെ സാധനം കൊണ്ട് നിരത്തി വെച്ചിട്ട് ഇതൊരു ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ ആരും വരാനാണ് ഇവിടെ. ഞാൻ പറഞ്ഞു ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബിസിനസ് ആണ്, ആൾ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു പിടിയില്ല ഇത് എങ്ങനെയാണെന്ന്. ഞാൻ പക്ഷെ എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഡിസ്കൗണ്ടിലൊക്കെ സാധനങ്ങൾ കിട്ടും, അങ്ങനെ നമുക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേരത്തെ ശ്രീസാറിന്റെ സൂചിപ്പിച്ച ഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ വന്നു, സാധനങ്ങളൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം അന്നോട്ട് പറയുമായിരുന്നു അദ്ദേഹത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അതോടുകൂടി അദ്ദേഹത്തിന് ഷുഗർ കൂടി, കൊളസ്ട്രോൾ കൂടി, BP കൂടി, ഇനി എന്തെങ്കിലും ആയുർവേദ മരുന്നുണ്ടെങ്കിൽ അത് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച്. അത് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അത് അദ്ദേഹം ഒരു 10-40 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഷുഗർ കുറഞ്ഞു വന്നു. കൊളസ്ട്രോൾ പരിശോധിച്ചപ്പം കൊളസ്ട്രോളും താഴോട്ട് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വിശ്വാസം പറയും, ഇതിന്റെ എംബേഡ് തന്നെയാണോ. വീണ്ടും DDRC ഒന്നുകൂടി പരിശോധിച്ചപ്പം എല്ലാം നോർമലായി. ആ വ്യക്തിയാണ് അടൂരിൽ ഒരു ഷോപ്പ് ആദ്യമായിട്ട് ഇട്ടത്. ആ ഒരു ഷോപ്പോടുകൂടിയാണ് ഞാൻ RCBയിലേക്ക് സജീവമാകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നീട് ഒരുപാട് വീടുകളിൽ ഒരുപാട് പ്രോഡക്റ്റുകളുമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് എന്റെ RCB ജീവിതം. അങ്ങനെ 4 വർഷം ഇപ്പൊ കഴിഞ്ഞപ്പം ഞാൻ എന്റെ ഒരു പൂർവ്വകാലത്തെ കുറിച്ച് പറയാം. ഇപ്പൊ ഈ പിക്ചറിൽ ഇതാരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതാരായിരിക്കും മേഡം? ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നത് കൊണ്ടാണ്. ഞാൻ ഡൽഹിയിൽ പഠിച്ച് ഇതെന്റെ പ്രാക്ടീസ് സമയമാണ്. ഞാൻ ആദ്യമായിട്ട് ഇതൊരു എക്സ്റേ മെഷീനാണ്. എന്റെ കൂടെ നിൽക്കുന്ന ശർമാജിയാണ്. അദ്ദേഹം എനിക്ക് ഈ എക്സ്റേയുടെ ബാലപാഠങ്ങളൊക്കെ അദ്ദേഹം എന്റെ ഈ എക്സ്റേയുടെ ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും ഒരു ക്ലിയർ അല്ലാത്ത പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായി, ഏതാണ്ട് 2000-ത്തിലുള്ള കാലഘട്ടത്തിലുള്ളതാണ്. അന്ന് ഞാൻ ഈ ആൽബം വെറുതെ ശ്രീസാർ ഇങ്ങനെ പറഞ്ഞപ്പം ഈ ആൽബം എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ എന്റെ കരിയർ തുടങ്ങി. ഇങ്ങനെ കാലങ്ങൾ പതിയെ പോയി. എനിക്കത് മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നിങ്ങളൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ സ്കാനിങ്ങിലേക്ക് വന്നു. ആ കാലഘട്ടത്തിലെ CT സ്കാനാണ്. ഇപ്പൊ CT സ്കാനൊക്കെ ഒരുപാട് മാറി. പിന്നെ MRI സ്കാനിലേക്ക് വന്നു. അങ്ങനെ ആ MRI സ്കാനിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എന്റെ ഒരു പുഷ്കര സമയം ആ സമയമായിരുന്നെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത്, എനിക്ക് ജോലിയുള്ള സമയത്ത്, ഞാൻ സ്കാനിങ്ങിൽ ഇരിക്കുന്ന സമയത്ത്, കല്യാണം കഴിയുന്നതിന് മുമ്പേ ഞാൻ എന്റെ ഇഷ്ടമുള്ളവർക്ക് ജീവിച്ചതാണ്. അന്ന് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഈ ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അന്ന് ഞാൻ ഒരു നെറ്റ്വർക്ക് ജോലി ചെയ്തിട്ട് ഞാൻ എന്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഫുൾ ടൈം നെറ്റ്വർക്കിംഗ് ഇറങ്ങി. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്, കാശ്മീരിൽ വരെ പോയിട്ടുണ്ട്. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നെറ്റ്വർക്കുമായിട്ട് പോയി. ആ നെറ്റ്വർക്ക് ദിനദരികളെ തോന്നും. എന്ത് പറ്റി? നെറ്റ്വർക്കേ ഇല്ല. അപ്പൊ അന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയായിരുന്നു? എല്ലാം വെള്ളത്തിൽ പോയി അല്ലേ. എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് ആ നെറ്റ്വർക്കിന്റെ പുറകെ പോയപ്പോൾ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ നെറ്റ്വർക്ക് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ നെറ്റ്വർക്ക് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മര്യാദക്കാരനായിട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ പോലും അറിയാതെ ദൈവം നീ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ, നെറ്റ്വർക്കിൽ കൂടി നീ ഒരുപാട് ഉയരണമെന്ന് ആഗ്രഹിച്ചല്ലേ, അതിൽ കൂടി നീ വലിയ ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചല്ലേ, തഥാസ്തു. ഞാൻ പോലും അറിയാതെയാണ് ഞാൻ നെറ്റ്വർക്കിലേക്ക് വന്നത്. അപ്പം ആ വാട്സപ്പിൽ കൂടി വന്ന സന്ദേശം ഒരു ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമെന്നതാണ്.
ആ നോട്ടീസ് എന്റെ മൊബൈൽ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് അന്ന് ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങളെ കുറിച്ച് എഴുതി, ശ്രീ രവിശങ്കർ, അങ്ങനെ കുറെ പ്രോഡക്റ്റുകളെ കുറിച്ചും ഉണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങി ഈ പ്രായത്തില് ഇതെന്റെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് ഞാൻ കോവിഡ് സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാടിയൊക്കെ വളർത്തി ഒരു നിരാശയൊക്കെ പടർന്ന മുഖം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞ് തഥാസ്തു നിനക്ക് വന്നിരിക്കുന്നു. എനിക്കറിയില്ല എന്റെ മുന്നിൽ ആരാണ്, ഇനി ആരാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഒന്നും അറിയില്ല. വീട്ടിലിരുന്നുകൊണ്ട്, കാരണം 2000 എന്നെ സംബന്ധിച്ച് 20,000-നും 2,00,000-നും ഒക്കെ തുല്യമായിരുന്ന സമയത്ത് 2000 എന്ന് വിചാരിച്ചുകൊണ്ട് RCM-ലേക്ക് വന്നു. പിന്നീട് അങ്ങോട്ട് എന്നെ തിരിച്ചറിയുന്നത്, എന്നെ ഈ ശ്രീ സാർ ആദ്യമായിട്ട് കാണുന്നത്, എന്റെ പ്രൊപ്പോസറായിട്ടുള്ള രാജേഷ് പ്രതാപൻജി ആദ്യമായിട്ട് കാണുന്നത് RCM-ൽ ഞാൻ വന്നേකට ഒരു 6 മാസം കൂടുതലായി. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു പിന്നാണിത്, അല്ല ഒരു അവാർഡാണിത്. ഏത് പിന്നാന്ന് നോക്കിയും റണ്ണർ പിന്നെ. നമ്മളിവിടെ പ്രൊപ്പോസൽ ആഘോഷിക്കുന്നുണ്ട്, നമ്മളിവിടെ ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ എല്ലാം ആഘോഷിക്കുന്നുണ്ട് അല്ലേ. എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ ആരാഘോഷിക്കുന്നത്, ആര് ചോദിക്കാനാ. ഒന്നും ലാഗ് ഇല്ലാതിരുന്ന സമയത്ത് എന്നെ കോഴിക്കോട്ടേക്ക് വിളിച്ച്, നമ്മുടെ വണ്ടർവേളിലേക്ക് വിളിച്ച് ആദ്യമായിട്ട് ഞാൻ ഈ ശ്രീസാറിന്റെ ഒക്കെ പ്ലാൻ ഒരുപാട് എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് ഞാൻ എന്റെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീസാറിന്റെ പ്ലാനൊക്കെ അന്ന് യൂട്യൂബിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ ശ്രീസാറിനെ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഏതാണ്ട് സിനിമാ നടനോ എന്നായിരുന്നു. അന്നിങ്ങനെ വെളുത്ത സുന്ദരക്കുട്ടപ്പനായിട്ടിരിക്കുമല്ലേ. ഞാൻ സിനിമയിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്, ജാക്കി ചാനൊക്കെ ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ ഈ ജാക്കി ചാൻ എനിക്ക് ഒരു ദൈവത്തിന്റെ ഒരു നിയോഗം, ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ദൈവത്തിന്റെ നിയോഗം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ അവാർഡ് എനിക്ക് നമ്മുടെ വണ്ടർവേൾഡ് കോഴിക്കോട് വെച്ചാണ് ഇത് കിട്ടിയത്. ഇവിടെ വെച്ചാണ് ഞാൻ എന്റെ ലീഡേഴ്സിനെ എല്ലാം, എന്റെ പ്രിയപ്പെട്ട ഫാമിലിയെ കണ്ടെത്തുന്നത്. അതിനുശേഷം അങ്ങനെ പിന്നെ അങ്ങോട്ട് ഒരു ഊർജ്ജമായി. എനിക്കൊരു നാഥനുള്ള കളരിയായി. ഇതൊരു നാഥനില്ലാത്ത കളരിയായിരുന്നെങ്കിൽ എനിക്ക് ലൈവ് സ്പോൺസേഴ്സ് കിട്ടി. നമ്മുടെ ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ അബു സാറുണ്ട്, നമ്മുടെ സെലൂൺ സാറുണ്ട്, റബീഖ് സാറുണ്ട്, ശ്രീജിത് സാറുണ്ട്. പിന്നെ നമ്മുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ലീഡേഴ്സും ഉണ്ട്. TCG, സാക്ഷാത് TCG വരെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൽ നിന്ന് എന്റെ ഒരു ഭാഗ്യം, TCGയിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതിനുശേഷം നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് നമ്മുടെ ഡയമണ്ടിന്റെ കൂടെ നിന്നത് അന്ന് ആ ഉണ്ടായി. അങ്ങനെ അന്ന് അവശ്യ കലാകാരനായിട്ട് എന്റെ കണ്ണിലൊരു തിളക്കമൊന്നും ഇല്ലാതിരുന്ന ഇടത്തു നിന്നോട് ഇപ്പൊ ഈ കണ്ണിൽ തിളക്കമുണ്ടോ? ഉണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നതൊക്കെ തുടക്ക സമയത്ത് എന്നെ സംബന്ധിച്ച് എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഇവിടെ തോന്നുകൊണ്ട് എന്റെ മുട്ടിടിക്കുമായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്ര നേരം വേണേലും സംസാരിക്കാൻ പറ്റും. ശ്രീ സാർ പറഞ്ഞ് ഈ സമയത്തിൽ 5 മിനിറ്റ് സംസാരിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ കരിയർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റണ്ണറിൽ നിന്ന് വീണ്ടും പേരിലേക്ക് വന്നു. ഈ വർഷം തന്നെ ഒരു സ്റ്റാർ പേര്, ഒരു എമറാൾഡ് വേണം എന്റെ സ്വപ്നം. എന്റെ സ്വപ്നം എന്താണെന്ന് ഞാൻ എപ്പോഴും പറയാം, എനിക്കൊരു എമറാൾഡ്. കാരണം എനിക്ക് ഗൾഫിൽ പോകാൻ ഒരുപാട് ചാൻസ് വന്നതാണ്. അത് 1 ലക്ഷം രൂപ എന്റെ സാലറി എന്റെ ഈ പ്രൊഫഷൻ ആയതുകൊണ്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഭയങ്കര ആഗ്രഹമായി. കാരണം എന്താണ്, കഞ്ഞി കുടിക്കാൻ പോലും പൈസ ഇല്ലാതിരുന്ന സമയത്ത് പക്ഷെ അന്ന് തട്ടിക്കളഞ്ഞതൊക്കെ എന്തായാലും തോന്നുന്നത് ആ ഒരു രൂപ ഇവിടെ നിന്നോട്ട് ഈ നാട്ടിൽ നിന്നോട്ട് വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹമാണ്. അതിന് സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഒന്നും പേടിക്കാനില്ല. ഇനിയിപ്പോ ആൻജിയോപ്ലാസ്റ്റി ഈ ബ്ലോക്കൊക്കെ അടഞ്ഞു പോയി കഴിഞ്ഞാലും എന്റെ മകനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ അവർക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി കടന്നു പോയി കഴിഞ്ഞാലും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ മോനില്ല, ഈ കൊച്ചു മോനിവനെ ഇവനെക്കുറിച്ച് ഞാനിപ്പോ ചിന്തിച്ചത്, ഇവനെ കഴിഞ്ഞ ജന്മത്തിൽ ഏതൊരു നെറ്റ്വർക്ക് ചാനലായിരുന്നു. അവന്റെ ആത്മാവാണ് ഞാൻ ഇതുപോലെ ഇനി കടന്നു പോയി കഴിഞ്ഞാൽ ഈ ആത്മാവ് പോലും ഏതെങ്കിലും ഒരു ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുള്ള ഒരു ലീഡറിന്റെ മകനായിട്ട് പറഞ്ഞിട്ട് അടുത്ത ഡയമണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വീണ്ടും ജനിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ സാധിക്കും.